ഇന്നിപ്പോൾ ഈ കൺവെൻഷനുണ്ട്, റോഡ് ഷോ ഉണ്ട്. അതെങ്ങനെയാണ് ആ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്? ആദ്യം റോഡ് ഷോയിൽ പങ്കെടുക്കും, അതിനുശേഷം അവർ സംസാരിക്കുമോ? അതെ, ആദ്യം റോഡ് ഷോ ഏകദേശം ഒരു 400 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൂടി ഇവിടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആവേശമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ യുവ നേതാക്കൾ, കൂടുതൽ പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ മൂത്തേടം കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്യും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന്റെ ഒരു ആവേശമാണിത്. കൂടുതൽ നേതാക്കൾ എത്തുന്നു. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വരുമോ എന്നൊക്കെയുള്ളൊരു ആദ്യഘട്ടത്തിലൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ലാപ്പിലേക്ക് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നത് അത് ഒരു വലിയ ഊർജ്ജമാകും എന്നുള്ളത് തന്നെയാണ് ഇവർ കരുതുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ UDF-ന്റെ നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലമ്പൂരിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. LDF-ന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ മന്ത്രി പട തന്നെ ഉണ്ടായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുക്കിലും മൂലയിലും വരെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞോളൂ. വരുന്നവർക്ക് ഒരു വഴിസൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഈ ജനങ്ങൾ ഇങ്ങനെ ഈ ചവാല പൊട്ടിക്കൊണ്ടി കാണില്ല അല്ലേ? യെസ്. അപ്പൊ എത്രത്തോളം ആവേശത്തിലാണ്? നല്ല ആവശ്യത്തിലാണ്. ഞങ്ങൾക്ക് ഒരു ഇതില്ല. സ്വരാജൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. CPM സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ സൗഖ്യത്താക്കാൻ മുമ്പിൽ ഒന്നുമില്ല. ഞങ്ങൾ ഇതൊരു ശരിക്കും ഒരു മത്സരമില്ല. ഞങ്ങൾ ഏകപക്ഷമായിട്ട് ജയിച്ചിരിക്കണം ഇവിടെ. ഉറപ്പാണ്. എന്റെ സംശയം എന്താ? ഒരു സംശയമില്ല. അവർക്ക് സ്വരാജ് വലിയ മലയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരൊന്നുമില്ല. സ്വരാജിനെ CPM-ന്റെ ആളുകൾക്ക് തന്നെ വെറുപ്പാ. കാരണം ഒരു ഫീൽഡിന് ഇവിടെ കവളപ്പാറ ദുരന്തം നടന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടി രാവും പകലും അവിടെ അത്രക്കുമേൽ അധ്വാനിച്ച ഒരാളാണ്. സ്വരാജിന്റെ മൂക്കിന്റെ താഴെയാണ് കവളപ്പാറ 56 ആള് മരിച്ചുപോയത്. ഒരു ദിവസം അയാൾ അവിടെ തിരിഞ്ഞു. 25,000-ന്റെ മേലെ ഉറപ്പാണ്. 55,000 പ്രിയങ്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഇങ്ങനെ ഒരു മത്സരം ഞങ്ങൾ എന്നാലും അത്രയും ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി വരുന്ന ഒരു മുതൽക്കൂട്ടാവും ആണ്. എന്താ സംശയം? അവിടെയല്ലേ ഇത് അത് ഒരു കാര്യമില്ല. അത് CPM-ന്റെ കുറച്ച് വോട്ട് കൊണ്ടുപോകും, ഞങ്ങളുടെ വോട്ടും കൊണ്ടുപോകില്ല. ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല. അത് CPM-ന്റെ കുറച്ച് വോട്ട് കൊണ്ടുപോകും, പക്ഷെ ഞങ്ങളെ കൊണ്ടുപോകില്ല. ഞങ്ങളെ നേതാവിന്റെ DNA പരിശോധിച്ച ആളെ ഈ പ്രാവശ്യം നിലമ്പൂരിൽ നിന്നല്ല, ഈ കേരളത്തിൽ നിന്ന് ഞങ്ങൾ അവനെ കെട്ടിക്കും. അതാണ് അപ്പോൾ UDF പ്രവർത്തകർക്ക് പറയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇനിങ്ങോട്ടേക്ക് എത്താവുന്ന ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ഇവിടെ നിന്ന് 400 മീറ്ററോളമാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസംഗം തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആര്യടൻ ചൗക്കത്തിനായി പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങുന്നു എന്നുള്ള ഒരു ആവേശം അത് ഇവിടുത്തെ ഓരോ UDF പ്രവർത്തകരിൽ നമുക്ക് കാണാനും സാധിക്കും. അനുജ, അതെ, പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. മൂത്തേടത്ത് ഒപ്പം നിലമ്പൂർ ടൗൺ എന്നീ രണ്ടിടങ്ങളിലാണ് ഇന്ന് റോഡ് ഷോ ഉള്ളത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഗഫൂറിൻ്റെ വസതിയിലാണുള്ളത്. അവിടെ കടുവ ആക്രമണത്തിൽ മരണമടഞ്ഞ ഗഫൂറിൻ്റെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. അതിന് ശേഷം അല്പസമയത്തിനകം തന്നെ മൂത്തേടത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. റോഡ് ഷോയുണ്ട്, കൺവെൻഷനുണ്ട്, നിലമ്പൂർ ടൗണിലുള്ള പരിപാടിയുമുണ്ട്. ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള യുവ നേതാക്കൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ടവരെല്ലാവരും ഈ റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിനായി 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ഞായറാഴ്ച കൂടിയാണ്, അവസാന അവധി ദിനം കൂടിയാണ്. അപ്പോൾ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിലേക്കുള്ള വിപുലമായ പ്രചാരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർ ക്യാമ്പയിനർമാരെയാണ് അവർ ഇന്ന് രംഗത്തിറക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുണ്ട്, കൂടാതെ യൂസഫ് പഠാൻ PV അൻവറിനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും എന്നുള്ളത് തന്നെയാണ്. കൂടാതെ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്, BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുണ്ട്. ചില വാഗ്ദാനങ്ങളൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖർ നൽകുകയും ചെയ്യുന്നുണ്ട്. അത് വികസിത നിലമ്പൂർ എന്ന രീതിയിലാണ്. ഇതുവരെ ചെയ്യാത്ത, ഈ കഴിഞ്ഞ 60 വർഷത്തിനിടെ ചെയ്യാത്ത കാര്യം
7 മാസം കൊണ്ട് BJP ചെയ്യും, ഇത് തൻ്റെ വാഗ്ദാനമാണ് എന്നതുൾപ്പെടെ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. മൂത്തയിടത്താണ് റോഡ് ഷോ ഉള്ളത്, പിന്നീട് കൺവെൻഷൻ ഉണ്ടാകും. നിലമ്പൂർ ടൗണിലാണ് അടുത്ത റോഡ് ഷോ ഉള്ളത്. എല്ലാം ചെറിയ പരിപാടികളാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇതിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. പ്രത്യേകിച്ച് LDFിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ജമാഅത്തെ വിഷയത്തിലൊക്കെ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണം എന്നുള്ളത്. അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുമോ എന്നൊക്കെയുള്ളത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുക്കാനായി മൂത്തയിടത്തേക്ക് എത്തിച്ചേരും. അവിടെ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നതും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒട്ടേറെ പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയെ കാണാനും അണികളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ആവേശം ഈ മഴയത്തൊന്നും തണുക്കുന്നതല്ല എന്നതാണ് അവർ ഒരു ഭൂരിപക്ഷമൊക്കെ പറയുന്നുണ്ട്. ഉറപ്പാണ് വിജയം ആര്യാടൻ ഷൗക്കത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുക.